എല്ലാവർക്കും സാപ്പിയൻസ് അക്കാഡമി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ടൈപ്പിസ്റ്റ് എക്സാമുകൾക്ക് വേണ്ടുന്ന കമ്പ്യൂട്ടർ അബ്രിവേഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഇത് നോക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോഴേക്കും കമ്പ്യൂട്ടർ അബ്രിവേഷൻസിൽ നിന്ന് എല്ലാ എക്സാമുകൾക്കും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പം ഈ വരുന്ന LD ടൈപ്പിസ്റ്റ്, വാട്ടർ അതോറിറ്റി LD ടൈപ്പിസ്റ്റ് എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഈ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പൊ നമുക്ക് ഇന്ന് നോക്കാനായിട്ടുള്ളത് ആദ്യം ADSL ആണ്. അസിമെട്രിക് ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ എന്നാണ് ADSLന്റെ ഫുൾ ഫോം. ADSL എന്ന് വെച്ച് കഴിഞ്ഞാൽ അസിമെട്രിക് ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ ആണ്. AEPS ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റം ആണ്. AEPS എന്താണ്? ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റം ആണ്. APS എന്ന് വെച്ചാൽ ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റം ആണ്. ADSL എന്ന് വെച്ചാൽ എന്താണ്? അസിമെട്രിക് ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ ആണ്. ASCII അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് ആണ്. ARPANET അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്ട്സ് ഏജൻസി നെറ്റ്വർക്ക് ആണ്. ARPANET എന്ന് വെച്ചാൽ എന്താണ്? അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്ട് ഏജൻസി നെറ്റ്വർക്ക് ആണ്. ATM ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ ആണ്. ATM ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ ആണ്. ബേസിക് ബിഗിനേഴ്സ് ആൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ്. ബേസിക് എന്താണ്? ബിഗിനേഴ്സ് ഓൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ് എന്നാണ്. ബയോസ് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ബയോസ് എന്താണ്? ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ആണ്. CAD കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആണ്. CAD കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആണ്. CAD. അടുത്തത് CD എല്ലാവർക്കും അറിയാം, കോമ്പാക്ട് ഡിസ്ക് ആണ്. CDയുടെ ഫുൾ ഫോം ആണ് കോമ്പാക്ട് ഡിസ്ക് എന്ന് പറയുന്നത്. CDMA കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ആണ്. CDMA എന്താണ്? കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ആണ്. CPU സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. CRT കാഥോഡ് റേ ട്യൂബ് ആണ്. CRT എന്താണ്? കാഥോഡ് റേ ട്യൂബ് ആണ്. DBMS ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. DBMS ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. DDR ഡബിൾ ഡേറ്റ റേറ്റ് ആണ്. DDR ഡബിൾ ഡേറ്റ റേറ്റ് ആണ്. DDR. DES ഡേറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് ആണ്. DES എന്ന് പറയുന്നത്. DLL ഡൈനാമിക് ലിങ്ക് ലൈബ്രറി ആണ്. DLL എന്ന് പറയുന്നത് ഡൈനാമിക് ലിങ്ക് ലൈബ്രറി. DES ഡേറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് ആണ്. DNS ഡൊമൈൻ നെയിം സിസ്റ്റം ആണ്. DOS ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അടുത്തത് DPI ആണ്. DPI എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡോട്ട്സ് പെർ ഇഞ്ച് ആണ് DPI. DSL ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ ആണ്. DSL എന്ന് പറയുന്നത്. എഡ്ജ് എൻഹാൻസ്ഡ് ഡേറ്റ റേറ്റ് ഫോർ GSM ഇവല്യൂഷൻ എന്നാണ്. എഡ്ജ് എന്ന് വെച്ചാൽ എൻഹാൻസ്ഡ് ഡേറ്റ റേറ്റ് ഫോർ GSM ഇവല്യൂഷൻ ആണ്. FAT ഫയൽ അലോക്കേഷൻ ടേബിൾ ആണ്. FAT എന്ന് പറയുന്നത്. FOSS ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. FOS ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. GIF ഗ്രാഫിക് ഇന്റർചേഞ്ച് ഫോർമാറ്റ് ആണ്. GPRS ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസ്. ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസ് ആണ് GPRS. അടുത്തത് GSM ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. GSM എന്താണ്? ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. GUI ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആണ്. HDD ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ആണ്. HDD. HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. IBM ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ ആണ്. IC ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ്. ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ് IC എന്ന് പറയുന്നത്. IBM എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും അബ്രിവേഷൻസ് അല്ല, ഇതിൽ കൂടുതൽ ഇനിയും ഉണ്ട്. അത് അടുത്തൊരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കുന്നതായിരിക്കും. അപ്പൊ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അബ്രിവേഷൻസ് നിങ്ങൾ എന്തായാലും പഠിക്കുക. അടുത്ത ഒരു ക്ലാസ് കിട്ടാനായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക.
വീണ്ടും കാണാം.